ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോണത്. പേപ്പർ 1 അനാട്ടമിയിലെ 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. ബാക്കി 1 മാർക്കിന്റെ 2 മാർക്കിന്റെ 5 മാർക്കിന്റെ ഒക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ്ഡ് ആണ്. ഇനി നമുക്ക് 10 മാർക്കിന്റെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്ന ഒരു പോർഷൻ ആണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയായിരിക്കും ചോദിക്കുക എന്താണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് എഴുതുമ്പോൾ നമ്മൾ ആദ്യം ഹെഡിങ്ങിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് എഴുതാം. എന്നിട്ട് ഒന്ന് ജസ്റ്റ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ കുറിച്ച് പറയാം. മെയിൽസ് ആൻഡ് ഫീമെയിൽസ് നമുക്കറിയാം, മെയിൽസും ഫീമെയിൽസും ചില ടൈപ്പ് ഓഫ് സ്പെഷ്യലൈസ്ഡ് ജേം സെല്ല് പ്രൊഡ്യൂസ് ചെയ്യും. മെയിൽ എന്താ പ്രൊഡ്യൂസ് ചെയ്യുക? സ്പെർമാറ്റോസോവയും, ഫീമെയിൽ ഓവയും. അതേപോലെ നമുക്ക് ക്രോമോസോം എന്ന് പറയുന്നത് 46 ക്രോമോസോംസ് ആണ് വരുന്നത്. അപ്പൊ ഇത്രയും നമുക്കൊരു ഇൻട്രോ പോലെ കൊടുത്തിട്ട് വേണം നമ്മൾ നമ്മുടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലോട്ടേക്ക് കിടക്കാനായിട്ട് കേട്ടാ. ഓക്കെ, ഇനി നമുക്ക് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലേക്ക് കിടക്കാം. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഓവം ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് സപ്പോർട്ട് ഫെർട്ടിലൈസേഷൻ ആൻഡ് നറേഷൻ ദ ഡെവലപ്മെന്റ് ഓഫ് ഫീറ്റസ്. ഓക്കെ, നമ്മുടെ ഫീറ്റസിന്റെ ഡെവലപ്മെന്റും അതിന് നറിഷ്മെന്റും അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അതായത് എക്സ്റ്റേണലും ഇന്റേണലും. എന്തൊക്കെ? എക്സ്റ്റേണലും ഇന്റേണലും. എക്സ്റ്റേണൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഓഫ് ഫീമെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ എക്സ്റ്റേണൽ ജെനറ്റാലിയ. ഇനി അതിനെക്കുറിച്ച് നമുക്ക് പുറത്തത്തെ ഔട്ടർ പാർട്ട് നമുക്ക് നോക്കാം. ഇതിനെ നമ്മൾ ഓൾറെഡി വൾവ എന്നും കൂടെ വിളിക്കും. അപ്പൊ അത് നിങ്ങൾക്ക് 1 മാർക്കിൽ പ്രതീക്ഷിക്കാം കേട്ടോ. ഇതിനകത്ത് ഇനി എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യണം നമുക്ക് നോക്കാം. പാർട്സ് എന്തൊക്കെയാന്ന് നോക്കാം. ഒന്ന്, മോൺസ് പ്യൂബിക്സ്. അതിന്റെ ഫോട്ടോ ഞാൻ കൊടുത്തിട്ടുണ്ട്, നമുക്ക് അതിലേക്ക് കിടക്കാം. മോൺസ് പ്യൂബിക്സ് എന്താണ്? മോൺസ് പ്യൂബിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാറ്റി ടിഷ്യൂ അബൌവ് ദ പ്യൂബിക് ബോൺ. ഇതിൽ കണ്ടോ, സ്റ്റാർട്ടിങ്ങിൽ കണ്ടോ മോൺസ് പ്യൂബിക്സ്? ഒരു ഫാറ്റി ടിഷ്യൂ ആണ്, അവിടെ ഹെയർസ് ഒക്കെ പ്രസന്റഡ് ആണ്. കവേർഡ് വിത്ത് ഹെയർ ആഫ്റ്റർ പ്യൂബർട്ടിക്ക് ശേഷം ഹെയർസ് കവേർഡ് ആണ്. ഇനി രണ്ടാമത്തെ ലാബിയ മെജോറ. ലാബിയ മെജോറ എന്ന് പറഞ്ഞാൽ ടു ലാർജ് ഔട്ടർ ഫോൾഡ്. ഏറ്റവും പുറത്തത്തെ ഔട്ടർ ഫോൾഡ് ആണ് അത് പ്രൊട്ടക്ട് എക്സ്റ്റേണൽ അതിനെ പ്രൊട്ടക്ട് ദി അതർ എക്സ്റ്റേണൽ ഓർഗൻ. ഇനി മൂന്നാമത്തെ ലാബിയ മൈനോറ. അതായത് ലാബിയ മെജോറയുടെ ഉള്ളിൽ കാണുന്ന ഒരു തിന്നർ പോർഷൻ ആണ് ലാബിയ മൈനോറ എന്ന് പറയുന്നത്. പ്രൊട്ടക്ട് വജൈനൽ ആൻഡ് യൂറിത്രൽ ഓപ്പണിംഗ്. ഇവിടെ നോക്കിയാൽ കാണാം ലാബിയ മൈനോറയും ലാബിയ മൈജോറയും. നിങ്ങൾക്ക് ഇത് വരയ്ക്കാൻ വരും കേട്ടോ. ഓൾറെഡി ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം നിങ്ങൾക്ക് എസ്സേ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എക്സ്റ്റേണൽ എഴുതുമ്പോൾ തന്നെ എക്സ്റ്റേണലിന്റെ പടം വരച്ചിരിക്കണം. അതായത് ഈ പടം വരയ്ക്കണം. ഇനി ക്ലിറ്റോറസിസ് എന്ന് പറഞ്ഞ ഒരു സെൻസിറ്റീവ് ഓർഗൻ, സ്മോൾ സെൻസിറ്റീവ് ഓർഗൻ ലൊക്കേറ്റ് അപ്പർ ജംഗ്ഷൻ ഓഫ് ദി ലാബിയ മൈനോറയുടെ അപ്പർ ജംഗ്ഷനിൽ പ്രസന്റ് ചെയ്യുന്ന ഒരു സ്മോൾ സെൻസിറ്റീവ് ഓർഗൻ ആണ് കേട്ടോ. ഇത് നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഫോർ ദ സെക്ഷൽ അറോസൽ. ആൻഡ് ഫിഫ്ത്ത് എന്ന് പറയുന്നത് വജൈനൽ ഓപ്പണിംഗ്. നമുക്കറിയാം വജൈനൽ ഓപ്പണിംഗ് ലീഡ് ടു ദി വജൈന. ആൻഡ് ഇതിനകത്ത് ഒരു പാർഷ്യലി കവേർഡ് ബൈ ഹൈമൺ കവേർഡ് ആണ് കേട്ടോ. ആൻഡ് അതേപോലെ തന്നെ ആറാമത്തെയാണ് യുറീത്രൽ ഓപ്പണിംഗ് എന്ന് പറയുന്നത് ഓപ്പണിംഗ് ഫോർ ദ പാസേജ് ഓഫ് യൂറിൻ. നമുക്കറിയാം യൂറിൻ പാസേജിന് വരുന്നതാണ് എന്ത്? യുറീത്രൽ ഓപ്പണിംഗ്. ദെൻ വെസ്റ്റിബ്യൂൾ ഉണ്ട്. വെസ്റ്റിബ്യൂൾ എന്ന് പറയുന്നത് ഏരിയ ബിറ്റ്വീൻ ലാബിയ മൈനോറ ദാറ്റ് കണ്ടെയ്ൻസ് ദ യുറീത്രൽ ആൻഡ് വജൈനൽ ഓപ്പണിംഗ്. പിന്നെ ലാസ്റ്റ് എന്താണ്? 8, പെരീനിയം. പെരീനിയം എന്ന് പറയുന്നത് ഏരിയ ബിറ്റ്വീൻ വജൈനൽ ഓപ്പണിംഗ് ആൻഡ് ഏനസ്. നമ്മുടെ ഈ പ്രഗ്നന്റ് ടൈമിൽ ആ ഒരു ഏരിയ ഒക്കെ കട്ട് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ ഒരു ലെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് പെരീനിയം കട്ട് ചെയ്യും. അപ്പോൾ ഇത്രയാണ് 8 പുറത്തത്തെ എക്സ്റ്റേണൽ ഭാഗം എന്ന് പറയുന്നത് 8. ഏതൊക്കെയാണ്? മോൺസ് പ്യൂബിക്സ്, ലേബിയ മൈജോറ, ലേബിയ മൈനോറ, ദെൻ ക്ലിറ്റോറിസിസ്, വജൈനൽ ഓപ്പണിംഗ്, യൂറിത്ര, ഹൈമൺ, വെസ്റ്റിബ്യൂൾ, പെരീനിയം. അപ്പൊ ഇത്രയും എക്സ്റ്റേണൽ പോർഷൻ ആണ് നമ്മൾ കവർ ചെയ്തത്. ഈ പടം ഇമ്പോർട്ടന്റ് ആണ്, ഇത് വരയ്ക്കാൻ വരും. ഇനി നമുക്ക് മെയിൻ പാർട്ടായ ഇന്റേണൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലേക്ക് പോകാം. ഇന്റേണൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ പെൽവിക് ക്യാവിറ്റി അറിയാലോ. പെൽവിക് ക്യാവിറ്റിയുടെ ഉള്ളിലാണ് ആര്? ഇന്റേണൽ റീപ്രൊഡക്റ്ററി സിസ്റ്റം വരുന്നത്. ആൻഡ് ഇതാണ് ഓവർ പ്രൊഡ്യൂസ് ചെയ്യണതിന്റെ മെയിൻ റീസണബിൾ എന്ന് പറയുന്നത് ഈ ഇന്റേണൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആണ്. ഓവർ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ട്രാൻസ്പോർട്ടിംഗ് ദം, സപ്പോർട്ടിംഗ് ദ ഫെർട്ടിലൈസേഷനെ സപ്പോർട്ട് ചെയ്യുന്നു, പ്രഗ്നൻസി, ചൈൽഡ് ബർത്ത്. ഇത് മൊത്തം സംഭവിക്കുന്നവരാണ് ഉള്ളിലാണ് കേട്ടോ.
ഇനി മെയിൻ പാർട്ട് എന്തൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഓവറീസ്. ഓവറി എന്ന് പറഞ്ഞാൽ എന്താ, രണ്ട് ആൽമണ്ട് ഷേപ്പഡ് ഗ്ലാൻഡ് ആണ്. ഇവിടെ ഉണ്ടോ ഫോട്ടോ, അതുണ്ടോ ഓവറീസ് കണ്ടോ, ഇതാണ് രണ്ട് ആൽമണ്ട്, അപ്പറുണ്ട് ഇപ്പറുണ്ട്, രണ്ട് ആൽമണ്ട് ഷേപ്പഡ് ആണ് എന്ത് ഓവറീസ് എന്ന് പറയുന്നത്. എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഓവ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആൻഡ് അതേപോലെ തന്നെ ഹോർമോൺ ഈസ്ട്രജനും പ്രൊജസ്ട്രോജനും പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതൊക്കെ ഈ ഇതിൽ കൊടുത്തിരിക്കുന്ന ഓരോ പോയിന്റും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആൽമണ്ട് ഷേപ്പ് ഏതാ, ഓവറീസ് ആണ്. അതേപോലെ ഓവ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓവറീസ് ആണ്. അതേപോലെ ഹോർമോൺ ഈസ്ട്രജനും പ്രൊജസ്ട്രോജനും പ്രൊഡ്യൂസ് ചെയ്യുന്നതും ഓവറീസ് ആണ്. ദെൻ ഫലോപ്പിയൻ ട്യൂബ് അല്ലെങ്കിൽ യൂട്രൈൻ ട്യൂബ്, ടു ട്യൂബ് കണക്ടിങ് ദ ഓവറീസ് ടു ദി യൂട്രസ്. ഇതിൽ നോക്കിയ ഫലോപ്പിയൻ ട്യൂബ് കണ്ടോ നിങ്ങള്, ഓവറീസിനെ കണക്ട് ചെയ്തേക്കുന്നത് കണ്ടോ, ഓവറീസിനെ മെയിനിൽ കണക്ട് ചെയ്തേക്കുന്നതാണ് ആ ഫലോപ്പിയൻ ട്യൂബ്. കുറച്ച് നീളത്തിൽ കണ്ടായിരുന്നോ, അതാണ് ഫലോപ്പിയൻ ട്യൂബ് എന്ന് പറയുന്നത്. ഈ ഫലോപ്പിയൻ ട്യൂബിന് എന്തിനാണത്, ഹെൽപ്പ് ഫോർ ദ ട്രാൻസ്പോർട്ട്, എഗ്ഗിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ, ഹെൽപ്പ് ട്രാൻസ്പോർട്ട് എഗ് ടു യൂട്രസിൽക്ക്. യൂട്രസിൽക്ക് എഗ്ഗിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഫലോപ്പിയൻ ട്യൂബ്. അപ്പൊ ഹു ഹെൽപ്പ് ദ ട്രാൻസ്പോർട്ട് ഓഫ് എഗ് ടു ദ യൂട്രസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഫലോപ്പിയൻ ട്യൂബ് ആണെന്ന് എഴുതിയിരിക്കണം. ഇനി മൂന്നാമത്തെ പാർട്ടാണ് യൂട്രസ്. യൂട്രസ് നോക്കിയേ, കണ്ടോ യൂട്രസ്. അപ്പൊ യൂട്രസ് എന്ന് പറയുന്നത് ഒരു പിയർ ഷേപ്പഡ് മസ്കുലർ ഓർഗൻ ആണ്. എങ്ങനെയാണ്, പിയർ ഷേപ്പഡ് ആണ്. സൈറ്റ് ഫോർ ഇംപ്ലാന്റേഷൻ, കുട്ടിയുടെ ഡെവലപ്മെന്റ് ഓഫ് ഫീറ്റസ്, കുട്ടിയുടെ വളർച്ച, ഇതെല്ലാം എവിടെയാണ് സംഭവിക്കുന്നത്, യൂട്രസിലാണ് സംഭവിക്കുന്നത്. ആൻഡ് യൂട്രസിന് 3 ലെയറാണ് വരുന്നത്, എൻഡോമെട്രിയം, മയോമെട്രിയം ആൻഡ് പെരിമെട്രിയം. ഇനി നാലാമത്തേതാണ് സെർവിക്. സെർവിക്സ് എന്ന് പറയുന്നത് ലോവർ നാരോ പാർട്ട് ഓഫ് ദ യൂട്രസിന്, അതായത് സെർവിക്സ് എക്സ്റ്റേണൽ ആണെന്ന് വെച്ചാൽ എക്സ്റ്റേണൽ ആണ്, ഇന്റേണൽ ആണെന്ന് വെച്ചാൽ ഇന്റേണൽ ആണ്. രണ്ടിന്റെയും ഇടയിൽ വരുന്നതാണ് ഈ സെർവിക്സ് എന്ന് പറയുന്നത്. യൂട്രസിനെയും വജൈനനെയും കൂടി കണക്ട് ചെയ്യുന്ന ഒരു ഭാഗമാണ് സെർവിക്സ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ വജൈന എന്ന് പറയുന്നത് മസ്കുലർ കനാൽ എക്സ്റ്റെൻഡിങ് ഫ്രം സെർവിക്സ് ടു ഔട്ട്സൈഡ്, പുറത്തേക്ക്. ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞിനെ പുറത്തേക്ക്, അതായത് ബർത്ത് കനാൽ ആൻഡ് റിസീവ് സ്പെർം, ഒന്ന് ബർത്ത് കനാൽ, അതേപോലെ തന്നെ ഒന്ന് സ്പേം റിസീവ് ചെയ്യാനായിട്ടുള്ള വഴിയാണ് വജൈന എന്ന് പറയുന്നത്. അപ്പൊ പുറത്ത് ഇന്റേണൽ ഭാഗം എന്ന് പറയുന്നത് 5 വരുന്നത്, ഓവറീസ്, ഫലോപ്പിയൻ ട്യൂബ്, യൂട്രസ് ആൻഡ് സെർവിക്സ് ആൻഡ് വജൈന. അപ്പൊ നിങ്ങൾക്ക് ഇത്രയാണ്, അതായത് ഇന്റേണൽ ഉണ്ട്, എക്സ്റ്റേണൽ ഉണ്ട്. ഇന്റേണൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ഒരു 5 പാർട്ടും ഈ ഒരു പടവും വരയ്ക്കണം. അതേപോലെ എക്സ്റ്റേണൽ എന്ന് പറയുമ്പോൾ ഈ ഒരു 8 ഈ ഒരു പടവും വരയ്ക്കാം. അപ്പൊ ഇത്രയെങ്കിലും നിങ്ങൾ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ എഴുതിയിരിക്കണം. ആൻഡ് മേ ബി നിങ്ങൾക്ക് ഈ ഓവറി അല്ലെങ്കിൽ യൂട്രസ് ഇതൊക്കെ 5 മാർക്കിനൊക്കെ ചോദിക്കാം. അപ്പൊ അതുകൊണ്ട് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു പോണത് നല്ലതായിരിക്കും. എങ്കിൽ കൂടി ഇത്രയെങ്കിലും നിങ്ങൾ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിൽ കിടക്കാം കേട്ടോ. എൻഡോക്രൈൻ ഗ്ലാൻസ്. അപ്പൊ നമ്മള് ഇത്രയും കുറെ പ്രാവശ്യം നമ്മൾ എൻഡോക്രൈൻ ഗ്ലാൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എൻഡോക്രൈൻ ഗ്ലാൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ഡക്റ്റിലസ് ഗ്ലാൻഡ് ആണ് എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. എന്താണ് ഡക്റ്റിലസ് ഗ്ലാൻഡ്, അതായത് ഇവരെന്ത് സെക്രീറ്റ് ചെയ്യും, ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യും. ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുന്നത് ആരാണ്, എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ് ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുന്നത്. ഇത് ഡക്റ്റിലസ് ഗ്ലാൻഡ് ആണ്. അതായത് ഒരു പ്രത്യേക ഇപ്പൊ സാധാരണ ഒരു ബ്ലഡ് പോകാൻ തന്നെ അതിനൊരു ആർട്ടറീസ് ഉണ്ട്, വെയിൻസ് ഉണ്ട്, അങ്ങനെ അതേപോലെ ഒരു ഡക്റ്റ് ഉണ്ട്. പക്ഷെ ഈ എൻഡോക്രൈൻ ഗ്ലാൻസിൽ ഡക്റ്റിന്റെ ആവശ്യമില്ല, കാരണം ഡയറക്റ്റ് ആണ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യണത് കേട്ടോ. ആൻഡ് ഹോർമോൺസ് ഇസ് ഡിഫൈൻഡ് സെക്രീഷൻ ഓഫ് ആൻ എൻഡോക്രൈൻ ഗ്ലാൻഡ്. അപ്പൊ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ചില എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ഒരു ഹോർമോണായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക, പക്ഷെ ചിലവര് ഒന്നിലധികം ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. പ്രത്യേകിച്ച് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, നമ്മൾ ഓൾറെഡി പഠിച്ച പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് പറയുന്നത് മാസ്റ്റർ ഗ്ലാൻഡ് ഓഫ് ദ ബോഡിയാണ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഒന്നിലധികം എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഗ്ലാൻസുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇനി എൻഡോക്രൈൻ ഓർഗൻസ് പ്രസന്റ് ഇൻ ദ ബോഡി, എൻഡോക്രൈൻ ഗ്ലാൻസ് പ്രസന്റ് ഇനി എന്തൊക്കെയാന്ന് നോക്കാം. ഒന്ന് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ നമ്മൾ ഹൈപ്പോഫൈസിസ് എന്ന് പറയും. അതേപോലെ രണ്ടാമത്തെ തൈറോയിഡ് ഗ്ലാൻഡ്, പാരതൈറോയിഡ് ഗ്ലാൻഡ്, അഡ്രിനൽ ഗ്ലാൻഡ്, തൈമസ്, പീനിയൽ ഗ്ലാൻഡ്, പാൻക്രിയാസ്, സെക്സ് ഗ്ലാൻഡ്.
ഓക്കെ, അപ്പൊ ഇത്രയും ഗ്ലാൻഡുകളാണ്, 8 ഗ്ലാൻഡുകളാണ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി അതിലെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, ആദ്യത്തെ ഗ്ലാൻഡാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, നമ്മൾ ഹൈപ്പോഫൈസിസ് എന്നും കൂടി വിളിക്കും. ഒരു സ്മോൾ പീ സൈസഡ് ഷേപ്പ് ആണ് വരുന്നത്. ആൻഡ് അതിന്റെ ലൊക്കേഷൻ വരുന്നത് ബ്രെയിൻ, ബേസ് ഓഫ് ദ ബ്രെയിനിലാണ് ലൊക്കേഷൻ വരുന്നത്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെയാണ് നമ്മൾ മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് വിളിക്കുന്നത്. ബിക്കോസ് ഇതാ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ് മറ്റെല്ലാ എൻഡോക്രൈൻ ഗ്ലാൻഡ്സിനെയും എൻഡോക്രൈൻ ഗ്ലാൻഡ്സിന്റെ ആക്ടിവിറ്റീസുകൾ കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് നമ്മൾ മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് വിളിക്കും. ആൻഡ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് നമുക്ക് 2 പാർട്ടാക്കി ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞു. ഒന്ന് ATH, ആന്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡും, രണ്ടാമത്തെ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡും. ആന്റീരിയറിൽ എന്താണ് GH, TSH, ACTH, FSH, LH, പ്രോലാക്റ്റിൻ. ഇനി പോസ്റ്റീരിയറിൽ ആരൊക്കെ വരുന്നുണ്ട്? ADHും ഓക്സിറ്റോസിനും. ഇതൊക്കെ നമുക്ക് നോക്കാം. ഇനി പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ ഫംഗ്ഷൻ എന്താ? ഒന്ന് റെഗുലേറ്റ് ഗ്രോത്ത് റെഗുലേറ്റ് ചെയ്യാൻ, അതേപോലെ മെറ്റാബോളിസം, റീപ്രൊഡക്ഷൻ, കൺട്രോൾ, തൈറോയ്ഡ് കൺട്രോൾ ചെയ്യാൻ, അഡ്രീനൽ ഗ്ലാൻഡ്സ് ആൻഡ് ഗൊണാഡ്സ്. ദെൻ ഫോർ ദ ഹെൽപ്പ് ഇൻ ദ മിൽക്ക് സെക്രീഷൻ, വാട്ടർ ബാലൻസ് ആൻഡ് സ്ട്രെസ് റെസ്പോൺസ്. ഇതെല്ലാം പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ എന്താണ് ഫങ്ഷൻസ് ആണ്. ഇനി നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റൻ ഡീറ്റെയിൽ ആയിട്ട്, ആന്റീരിയർ ലോബ് പ്രൊഡ്യൂസ് നമ്പർ ഓഫ് ഹോർമോൺസ്. ആന്റീരിയർ ലോബ്സ് ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് എന്താണ്? GH ആണ് എന്ത്? ഗ്രോത്ത് ഹോർമോൺ. നമുക്ക് എക്സ്പാൻഡ് ഫോമിൽ ചോദിക്കാട്ടോ ഇതൊക്കെ, GH, TSH ഒക്കെ. അപ്പൊ ഫസ്റ്റ് എന്താണ്? ഗ്രോത്ത് ഹോർമോൺ. ഗ്രോത്ത് ഹോർമോൺ എന്താ ചെയ്യുക? കൺട്രോൾ ദ ഗ്രോത്ത് ഓഫ് ദ ബോഡി. നമ്മുടെ ബോഡിയുടെ ഗ്രോത്ത് കൺട്രോൾ ചെയ്യുന്ന ആരാണ്? ഗ്രോത്ത് ഹോർമോൺ ആണ്. ഇനി രണ്ടാമത്തെ ഏതാണ്? തൈറോട്രോപിക് ഹോർമോൺ. തൈറോട്രോപിക് ഹോർമോൺ എന്താ ചെയ്യുക? കൺട്രോൾ ദ ആക്ടിവിറ്റി ഓഫ് തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ ആക്ടിവിറ്റി കൺട്രോൾ ചെയ്യും ആൻഡ് പ്രൊഡ്യൂസ് തൈറോക്സിൻ. ഇനി മൂന്നാമത്തെ അഡിനോ കോർട്ടിക്കോട്രോപിക് ഹോർമോൺ. അത് ചിലപ്പോൾ നിങ്ങൾക്ക് എക്സ്പാൻഷൻ ആയിട്ട് ചോദിക്കാം. അത്യാവശ്യം വലുതായതുകൊണ്ട് തന്നെ എക്സ്പാൻഷൻ ആയിട്ട് ചോദിക്കാം. ആൻഡ് അതെന്താ ചെയ്യുക? സ്റ്റിമുലേറ്റ് അഡ്രീനൽ കോർട്ടെക്സ് ടു സിന്തസൈസ് ഇറ്റ്സ് ഹോർമോൺ. ഇനി നാലാമത്തെ ഗൊണാഡോട്രോപിക് ഹോർമോൺ. ഗൊണാഡോട്രോപിക് ഹോർമോൺ ദെൻ FSH. അതിൽ ഗൊണാഡോട്രോപിക് ഹോർമോണിൽ എന്താണ്? FSHും LHും. FSH എന്താ? ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. അതായത് സ്റ്റിമുലേറ്റ് ദ ഡെവലപ്മെന്റ് ഓഫ് ഗ്രാഫിയൻ ഫോളിക്കൽസ്. ഓവറിയിലെ ഗ്രാഫിയൻ ഫോളിക്കൽസിന്റെ ഡെവലപ്മെന്റ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നതാണ് FSH എന്ന് പറയുന്നത്. അത് ഫോർമേഷൻ ഓഫ് സ്പെർമാറ്റോസോവ ഇൻ ദ ടെസ്റ്റീസ്. അതേപോലെ ഫോർമേഷൻ ഓഫ് സ്പെർമാറ്റോസോവ, ടെസ്റ്റീസിൽ സ്പെർമാറ്റോസോവ ഫോം ചെയ്യുന്നതിന്റെ ഇതും. അതേപോലെ തന്നെ LH എന്താ? ലൂട്ടിനൈസിങ് ഹോർമോൺ. LH എന്താ ചെയ്യുക? നമ്മുടെ ഈസ്ട്രജനും പ്രൊജസ്ട്രോജന്റെ സെക്രീഷനെ കൺട്രോൾ ചെയ്യും ഇൻ ദ ഓവറി. ആൻഡ് അതേപോലെ തന്നെ ടെസ്റ്റോസ്റ്റിറോൺ എന്ന ടെസ്റ്റീസിലും ടെസ്റ്റോസ്റ്റിറോണും ഓവറിയിൽ ഈസ്ട്രജനും പ്രൊജസ്ട്രോണും ഇവരുടെ സെക്രീഷന്റെ കൺട്രോൾ ആണ് ആർ ചെയ്യുന്നത്? LH ചെയ്യുന്നത്. ഇനി ലൂട്ടിനൈസിങ് ഹോർമോൺ പ്രോലാക്റ്റിൻ എന്താ ചെയ്യുക? കൺട്രോൾ ദ സെക്രീഷൻ ഓഫ് മിൽക്ക് ഇൻ ഫീമെയിൽ. അത് നിങ്ങൾക്ക് വേണേ വൺ മാർക്കിന് ചോദിക്കാം കേട്ടോ. സെക്രീഷൻ ഓഫ് മിൽക്ക് ഇൻ ഫീമെയിൽ കൺട്രോൾ ചെയ്യുന്ന ഹോർമോൺ ഏതാ? ഒന്നെങ്കിൽ ലൂട്ടോട്രോപിക് ഹോർമോൺ അല്ലെങ്കിൽ പ്രോലാക്റ്റിൻ കേട്ടോ. ഇനി അപ്പോൾ നമ്മൾ ആന്റീരിയർ കഴിഞ്ഞു. ആന്റീരിയർ ലോബിലുള്ള ഒരുപാട് ഹോർമോൺസ് ഉണ്ടായിരുന്നു. GH, TSH, ACTH, FSH, LH എന്നൊക്കെ പറഞ്ഞിട്ട് അത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പൊ പോസ്റ്റീരിയർ ലോബ് സെക്രീഷൻ അതിൽ എന്തൊക്കെയാ വേണ്ടത്? ഓക്സിറ്റോസിൻ വരുന്നുണ്ട്. ഓക്സിറ്റോക്സിൻ എന്ന് പറയുന്നത് കോൺട്രാക്ഷൻ ഓഫ് യൂട്രസ്. അതെന്തിനാ ഹെൽപ്പ് ചെയ്യുക? കോൺട്രാക്ഷൻ ഓഫ് യൂട്രസ് ഡ്യൂറിങ് ലേബർ. പ്രസവ സമയത്ത് യൂട്രസിന്റെ കോൺട്രാക്ഷനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അതേപോലെ തന്നെ മിൽക്കിന്റെ ഇജക്ഷൻ, മിൽക്ക് ബ്രസ്റ്റിൽ നിന്ന് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യാനും ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ വാസോപ്രസിൻ എന്താ ചെയ്യുക? റെഗുലേറ്റ് ദ എമൗണ്ട് ഓഫ് വാട്ടർ പാസ്ഡ് ബൈ ദ കിഡ്നി. അപ്പൊ ഇത്രയാണ് പോസ്റ്റീരിയർ ലോബിൽ വരുന്നത്. അപ്പൊ ആന്റീരിയർ ലോബ് ഡിസ്കസ് ചെയ്തു, അതേപോലെ തന്നെ പോസ്റ്റീരിയർ ലോബ് ഡിസ്കസ് ചെയ്തു. ഇനി രണ്ടാമത്തെയാണ് തൈറോയ്ഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. തൈറോയ്ഡ് ഗ്ലാൻഡ് നമ്മൾ ഓൾറെഡി മുന്നേ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ അതൊന്ന് നോക്കാം കേട്ടോ, തൈറോയ്ഡ് ഗ്ലാൻഡ് എന്താണെന്നുള്ളത്. തൈറോയ്ഡ് ഗ്ലാൻഡിൽ 2 ലോബ്സ് ഉണ്ട്, ട്രക്കിയുടെ 2 സൈഡിലാണെന്നൊക്കെ പറഞ്ഞു. തൈറോയ്ഡ് ഗ്ലാൻഡ് തൈറോയ്ഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നൊക്കെ പറഞ്ഞു. അപ്പൊ അത് നിങ്ങൾ ഓൾറെഡി മുന്നേ പഠിച്ചാണ്, അത് നിങ്ങളൊന്ന് ഗോ ത്രൂ ചെയ്യാം കേട്ടോ. ദെൻ തൈറോയ്ഡ് ഗ്ലാൻഡ് ഡെഫിഷ്യൻസി നമ്മൾ പഠിച്ചാണ്. ഹൈപ്പർ സെക്രീഷൻ കൂടുമ്പോൾ അഡൽട്ടിൽ എന്താ വരുന്നത്, അതേപോലെ തന്നെ കുട്ടികളിൽ എന്താ വരുന്നത് എന്നൊക്കെ ഉള്ളത് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നിങ്ങൾ ഗോ ത്രൂ ചെയ്യുക. നെക്സ്റ്റ് എന്താണ്? പാരതൈറോയ്ഡ് ഗ്ലാൻഡ്. തൈറോയ്ഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത് 4 സ്മോൾ ഗ്ലാൻഡ്സ് ആണ്. അപ്പൊ ഏതാണ് 4 സ്മോൾ ഗ്ലാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാരതൈറോയ്ഡ് ഗ്ലാൻഡ് ആണ് 4 സ്മോൾ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഇത് പാരത് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. അതേപോലെ തന്നെ റെഗുലേറ്റ് കാൽഷ്യം മെറ്റാബോളിസം ആൻഡ് കൺട്രോൾ ദ എമൗണ്ട് ഓഫ് കാൽഷ്യം ഇൻ ദ ബ്ലഡ്. കാൽഷ്യം മെറ്റാബോളിസം റെഗുലേറ്റ് ചെയ്യുന്ന ആരാണ്? പാരതൈറോയ്ഡ് ഗ്ലാൻഡ് ആണ്. അതേപോലെ തന്നെ ബ്ലഡിൽ കാൽഷ്യത്തിന്റെ അളവ് കൺട്രോൾ ചെയ്യുന്നതും
ബോളിൽ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? പാരതൈറോയ്ഡ് ഗ്ലാൻഡ് ആണ്. ആൻഡ് അതിന്റെ ഡെഫിഷ്യൻസി ഉണ്ട് ഹൈപ്പോ പാരതൈറോയിഡിസം, പ്രൊഡ്യൂസ് ലോ കാൽഷ്യം ഇൻ ബ്ലഡ്, അതായത് പ്രൊഡ്യൂസ് ഹൈപ്പോ കാൽഷ്യമia, ലോ കാൽഷ്യം ഇൻ ബ്ലഡ്. എന്തൊക്കെ സംഭവിക്കുക? കാർപ്പോപെഡൽ സ്പാസം വരും. ആൻഡ് ഹൈപ്പർ പാരതൈറോയിഡിസം, ഇനി ഗ്ലാൻഡിന്റെ ഓവർ ആക്ടിവിറ്റി ആണെങ്കിൽ അതേപോലെ നമുക്ക് ട്യൂമർ കാര്യങ്ങളൊക്കെ ഫോം ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ. ഇനി നാലാമത്തെയാണ് തൈമസ് ഗ്ലാൻഡ്. തൈമസ് ഗ്ലാൻഡ് എന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ ഒരു പർപ്പിളിഷ് ഗ്രേ കളർ ആണ്, കൺസിസ്റ്റിംഗ് ഓഫ് 2 ലോബ്സ് ആണ്. അറ്റ് ബർത്ത് ദ ഗ്ലാൻഡ് ഇസ് വെൽ സ്മോൾ ആയിരിക്കും, അതായത് ജനന സമയത്ത് ഭയങ്കര ചെറുതായിരിക്കും. പിന്നെ നമ്മൾ വെയിറ്റ് ഗെയിൻ ചെയ്യുമ്പോൾ തുടങ്ങി അതിനും വെയിറ്റ് ഗെയിൻ ചെയ്യും. ആൻഡ് ഇറ്റ് ഇൻക്രീസ് ഇൻ ദ സൈസ് അറ്റ് ദ പ്യൂബർട്ടി സമയത്തായിരിക്കും അതിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നത് ഫ്രം 30 to 40 gram, എന്നിട്ട് അത് പിന്നെ ഷ്രിങ്ക് ചെയ്യും. ദെൻ തൈമോസിൻ ഈസ് എ ഹോർമോൺസ് പ്രൊഡ്യൂസ്ഡ് ബൈ തൈമസ് ഗ്ലാൻഡ്. മെയിൻ ആയിട്ട് നിങ്ങൾ ഗ്ലാൻഡുകളിൽ ഏതൊക്കെ ഹോർമോൺ ആണ് പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളതൊക്കെ ഒന്ന് നല്ലോണം റെഡ് പെന്ന് കൊണ്ടോ എന്തെങ്കിലും പെന്ന് കൊണ്ടൊക്കെ ഒന്ന് വരച്ചിടണം കേട്ടോ. ദെൻ ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താ? ടു ജനറേറ്റ് മെച്ചുവർ T ലിംഫോസൈറ്റ്, അതേപോലെ പ്രൊഡ്യൂസ് ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യും. ഇനി അഞ്ചാമത്തെയാണ് പീനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. പീനൽ ഗ്ലാൻഡ് നമ്മൾ എപ്പിഫൈസിസ് എന്ന് വിളിക്കും, ചോദിക്കാം. പീനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത് വെരി സ്മോൾ ഗ്ലാൻഡ് ആണ്. ആൻഡ് അത് കോർപ്പസ് കലോസം, ബ്രെയിനിലെ കോർപ്പസ് കലോസത്തിലാണ് കാണപ്പെടുന്നത്. ആൻഡ് മെലറ്റോണിൻ ഈസ് ദ ഹോർമോൺ സെക്രീറ്റഡ് ബൈ പീനൽ ഗ്ലാൻഡ്. വരച്ചിട്ടോട്ടോ ചോദിക്കും. പീനൽ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏതാണ്? മെലറ്റോണിൻ ആണ്. മെലറ്റോണിൻ എന്ന ഹോർമോൺ ആണ് പീനൽ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് പീനൽ ഗ്ലാൻഡ് മെയിൻ ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ ആണ് ഇറ്റ് റെഗുലേറ്റ് സ്ലീപ്പ് വേക്ക് സൈക്കിൾ റെഗുലേറ്റ്, അതായത് നമ്മൾ എണീക്കുന്ന തുടങ്ങി ഉറങ്ങണ വരെയുള്ള ആ ഒരു സൈക്കിളില്ലേ, അതാണ് സർക്കാഡിയൻ റിതം അല്ലെങ്കിൽ സ്ലീപ്പ് വേക്ക് സൈക്കിൾ എന്ന് പറയുന്നത്. അതിന്റെ റെഗുലേഷൻ നടത്തുന്നത് പീനൽ ഗ്ലാൻഡ് ആണ് കേട്ടോ. അപ്പൊ ആറാമത്തെ എന്താണ്? അഡ്രിനൽ ഗ്ലാൻഡ് ആണ്. അഡ്രിനൽ ഗ്ലാൻഡ് ഫങ്ഷൻസ് എന്താണ്? അഡ്രിനൽ കോർട്ടെക്സ് സെക്രീറ്റ് കോർട്ടിസോള് ആൻഡ് അൾഡ്രോസ്റ്റിറോൺ വിച്ച് റെഗുലേറ്റ് മെറ്റാബോളിസം, അതേപോലെ നമ്മുടെ സ്ട്രെസ്സും കാര്യങ്ങളും, അതേപോലെ നമ്മുടെ സോൾട്ട് വാട്ടർ ബാലൻസ്, ബ്ലഡ് പ്രഷർ, ഇതൊക്കെയാണ് അഡ്രിനൽ ഗ്ലാൻഡിന്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ആൻഡ് അഡ്രിനൽ മെഡുല സെക്രീറ്റ് അഡ്രിനാലിൻ, നോർ അഡ്രിനാലിൻ. എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത്? ഫൈറ്റ് ഓർ ഫ്ലൈറ്റ്, അതായത് നമ്മുടെ സ്ട്രെസ്, ആങ്കർ, ഇതിന്റെ ഒക്കെ മെയിൻ ആളാരാണ്? അഡ്രിനൽ ഗ്ലാൻഡ് ആണ് കേട്ടോ. ഇനി ഡെഫിഷ്യൻസി ഉണ്ട്. അഡ്രിനൽ ഗ്ലാൻഡ് ഡെഫിഷ്യൻസി മൂലം കോർട്ടിസോൾ ഡെഫിഷ്യൻസി ലീഡ് ടു അഡിസൺ ഡിസീസ്. ഇതൊക്കെ അങ്ങനെ തന്നെ എഴുതേണ്ടതാണ് കേട്ടോ, ഇതിൽ മാറ്റങ്ങളൊന്നുമില്ല. കോർട്ടിസോൾ ഡെഫിഷ്യൻസി ലീഡ് ടു അഡിസൺ ഡിസീസ് കോസിങ് ഫാറ്റീഗ്, അതേപോലെ ലോ BP, ഡീഹൈഡ്രേഷൻ, വെയിറ്റ് ലോസ്. ആൻഡ് അൾഡ്രോസ്റ്റിറോൺ ഡെഫിഷ്യൻസി കോസ് ലോ സോഡിയം, ഹൈ പൊട്ടാസ്യം ആൻഡ് സിവിയർ ഹൈഡ്രേഷൻ. ഇനി 7th ഒന്നാണ് പാൻക്രിയാസ് എന്ന് പറയുന്നത്. പാൻക്രിയാസ് എന്ന് പറയുന്നത് ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ്. ബോത്ത് അതായത് ഇപ്പൊ പറഞ്ഞതൊക്കെ എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ്, പക്ഷെ പാൻക്രിയാസ് എന്ന് പറയുന്നത് ബോത്ത് എക്സോ ആൻഡ് എൻഡോക്രൈൻ ഫംഗ്ഷൻ ഉണ്ട്. അത് നിങ്ങൾക്ക് 1 മാർക്കിന് ചോദിക്കട്ടെ, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. എക്സോക്രൈൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡൈജഷനെ ഹെൽപ്പ് ചെയ്യും. എൻഡോക്രൈൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ബ്ലഡ് ഷുഗർ ലെവലിനെ ഹെൽപ്പ് ചെയ്യും. ദെൻ ഗ്ലൈസീമിയ, അതേപോലെ ഹൈപ്പോഗ്ലൈസീമിയ ആൻഡ് ഹൈപ്പർഗ്ലൈസീമിയ. ഹൈപ്പോഗ്ലൈസീമിയ ഇമ്പോർട്ടന്റ് ആക്ഷൻ ഓഫ് ഇൻസുലിൻ, and hyperglycemia it increase the blood sugar level by mobilizing glucogen from the liver. Then pancreas എന്താണ്? സെക്സ് ഗ്ലാൻഡ്. സെക്സ് ഗ്ലാൻഡ് ഏതൊക്കെയാണ്? ഓവറീസ് എന്താ സെക്രേറ്റ് ചെയ്യുക? ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്ട്രോൺ. ടെസ്റ്റീസ് സെക്രേറ്റ് ആൻഡ്രോജൻ. അപ്പൊ ഇതാണ് എൻഡോക്രൈൻസ്. എവിടേക്കാണ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സിൽ വരുന്നതെന്നൊക്കെ നോക്കുക. എൻഡോക്രൈൻ ഗ്ലാൻഡ് ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ 5 മാർക്ക് അല്ലെങ്കിൽ 10 മാർക്ക് ഏതെങ്കിലും ഒന്ന് ഉറപ്പിച്ചോ വന്നിരിക്കും. ഇനി നമുക്ക് ലാസ്റ്റത്തെയാണ്, അതായത് കോമ്പോസിഷൻ ഓഫ് ബ്ലഡ്. നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതേപോലെ ഇതിനകത്ത് വന്നേക്കുന്നത് WBCയുടെ, അതായത് വൈറ്റ് ബ്ലഡ് സെൽസിനെ കുറിച്ചാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് ബ്ലഡിനെ കുറിച്ച് എഴുതാം. ബ്ലഡ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ് ബ്ലഡ് എന്ന് പറയുന്നത്. അറൗണ്ട് നമുക്ക് 5 to 6 ലിറ്റർ ആണ് വരുന്നത് ബ്ലഡ് എന്ന് പറയുന്നത്. ആൻഡ് ബ്ലഡിന്റെ കോമ്പോസിഷൻ ഓഫ് ബ്ലഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഇസ് പ്ലാസ്മ. പ്ലാസ്മയിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് ഒന്ന് നോക്കാം. അത് പറഞ്ഞിട്ട് ബ്ലഡ് സെൽസ്, അതായത് അല്ലെങ്കിൽ കോർപ്പസൽസ്. ആൻഡ് അതിൽ എന്താണ് എന്തൊക്കെ? RBC, WBC, പ്ലേറ്റ്ലെസ്. RBC എന്ന് പറയുന്നത് എറിത്രോസൈറ്റ്സ്, WBC ല്യൂക്കോസൈറ്റ്, പ്ലേറ്റ്ലെസ് എന്ന് പറയുന്നത് ത്രോംബോസൈറ്റ്സ്. ഇനി വൈറ്റ് ബ്ലഡ് സെൽസ് എന്ന് പറഞ്ഞാൽ എന്താ? ലൂക്കോസൈറ്റ്സ് ആണ്. അത് കളർലെസ് ആണ്. സെൽസ് എന്താണ്? ന്യൂക്ലിയസ് പ്രസന്റഡ് ആണ്. അതേപോലെ തന്നെ ദേ ആർ RBCനേക്കാളും വലുതാണ്. നമുക്ക് ഏകദേശം റേറ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. 6,000 to 10K ആണ് വന്നേക്കുന്നത്. അതൊന്ന് നോക്കുക. ദെൻ ക്ലാസിഫിക്കേഷൻ. WBCനെ എന്തൊക്കെയാണ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്? 2 മെയിൻ ടൈപ്പായിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ഗ്രാനുൾസിന്റെ പ്രസൻസിലും ആബ്സെൻസിലും. ഗ്രാനുലോസൈറ്റ്സ്. ദീസ് WBC
WBCയിൽ എന്തൊക്കെയാ വരുന്നത്? ന്യൂട്രോഫിൽസ്, എസനോഫിൽസ്, ബാസോഫിൽസ്. ന്യൂട്രോഫിൽസിന്റെ ഫംഗ്ഷൻ എന്താ? ഫാഗോസൈറ്റിസ് ഓഫ് ബാക്ടീരിയ. എസനോഫിൽസിന്റെ ഫംഗ്ഷൻ എന്താ? ഡിഫൻസ് അഗെയിൻസ്റ്റ് പാരസൈറ്റ്സ്, അലർജിക് റിയാക്ഷൻ. ബേസോഫിൽസ് റിലീസ് ഹിസ്റ്റമിൻ. അത് ഇമ്പോർട്ടന്റ് ആണ്. ആരാണ് ഹിസ്റ്റമീൻ ആൻഡ് ഹെപ്പാരിൻ റിലീസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ? ബാസോഫിൽസ്. WBC. ഇനി WBC അല്ലെങ്കിൽ RBC ആണെന്ന് വെച്ചാൽ WBC. WBCയിൽ ന്യൂട്രോഫിൽ, എസനോഫിൽ, ബാസോഫിൽസിൽ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാസോഫിൽസ് കേട്ടോ. ഇനി അഗ്രാനുലോസൈറ്റ്സ്. ഇനി മറ്റേത് ഗ്രാനുലോസൈറ്റ്സ്, ഇത് അഗ്രാനുലോസൈറ്റ്സ്. അഗ്രാനുലോസൈറ്റ്സ് ലിംഫോസൈറ്റ്സും മോണോസൈറ്റ്സും. ഇനി ഫങ്ഷൻസ് ഓഫ് WBC ഫങ്ഷൻസ് എന്തൊക്കെയാവുന്ന? ഡിഫൻസ് അഗെയിൻസ്റ്റ് ഇൻഫെക്ഷൻ, ദെൻ ഫാഗോസൈറ്റോസിസ്, പ്രൊഡക്ഷൻ ഓഫ് ആന്റിബോഡീസ്, ഇൻഫ്ലമേറ്ററി റെസ്പോൺസ്, അലർജിക് റിയാക്ഷൻ, ഇമ്മ്യൂൺ മെമ്മറി. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് WBCനെ കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പൊ എന്താണ് WBC ചെയ്ത അതിന്റെ ക്ലാസിഫിക്കേഷൻ, ദെൻ ഫങ്ഷൻസ്. അപ്പൊ ഇത്രയെങ്കിലും നമ്മൾ എസ്സേയിൽ എഴുതണം. അപ്പൊ മെയിൻ ആയിട്ട് ഞാൻ ഇത്ര എസ്സേ ആണ് ഇതിനകത്ത് കൊടുത്തേക്കണത്. പിന്നെ ഇതിലുപരി നിങ്ങൾക്ക് എസ്സേയിൽ എക്സ്പെക്ട് ചെയ്യാനുള്ളതാണ് സ്ട്രക്ചർ ഓഫ് ഐ, ഇയർ. അതൊന്നും നിങ്ങൾ നോക്കിയിട്ട് പോകണം. എക്സ്ക്രീറ്ററി സിസ്റ്റം നോക്കിയിട്ട് പോകണം. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് യൂറിനറി സിസ്റ്റം തന്നെയാണ് എക്സ്ക്രീറ്ററി സിസ്റ്റം. അത് ഓൾറെഡി ഡിസ്കസ്ഡ് ആണ്. ദെൻ സ്മോൾ ഇൻറ്റസ്റ്റൈനെ കുറിച്ച് ഒന്ന് നോക്കിയിട്ട് പോകണം. ഹാർട്ടിനെ പറ്റി നമ്മൾ പറഞ്ഞു, അത് നോക്കിയിട്ട് പോകണം. അതേപോലെ സെല്ലിനെ കുറിച്ച് വളരെ റെയർ ആയിട്ട് ചോദിക്കുന്നുണ്ട്. സെല്ലിനെ കുറിച്ച് നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടും. അതേപോലെ തന്നെ യൂറിനറി സിസ്റ്റം, അത് ഓൾറെഡി നമ്മൾ ഡിസ്കസ്ഡ് ആണ്. ഇനി ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കുറച്ച് ഡയഫ്രംസ് നോക്കുക, നെഫ്രോൺ നോക്കുക, പഠിച്ചിട്ട് പോവാ. ഇയർ പഠിച്ചിട്ട് പോവാ കേട്ടോ. അതേപോലെ അതിനെ കുറിച്ച് പഠിച്ചിട്ട് പോവാ. ദെൻ ഇൻഡസ്റ്റൈൻ, വില്ലസ്, ഇതിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ട് ഇതൊക്കെ ഒന്ന് വരയ്ക്കാനായിട്ടൊക്കെ പഠിക്കുക. കാരണം നമുക്ക് ഓൾറെഡി വരയ്ക്കാൻ വരും, വരയ്ക്കണം. എസ്സേസിൽ എന്തായാലും 5 മാർക്കിനുള്ള 5 മാർക്ക് തുടങ്ങി 5, 10 മാർക്കിനുള്ള എല്ലാത്തിലും പടം ഉള്ളതാണെങ്കിൽ വരയ്ക്കണം കേട്ടോ. ആൻഡ് ഇനി ഇതുവരെ നമ്മൾ ഒന്നും ഡിസ്കസ് ചെയ്യാത്ത ഒരു ടോപ്പിക്കാണ് സ്കെലറ്റൽ സിസ്റ്റം എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻസ് വളരെ റെയർ ആയിട്ടാണ് മെയിൻ ആയിട്ട് സ്കെലറ്റൽ സിസ്റ്റത്തിന് വന്നേക്കുന്നത്. ഒന്നില്ലെങ്കിൽ 1 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്കിന് വളരെ റെയർ ആയിട്ടാണ്. എസ്സേയിൽ അങ്ങനെ കണ്ടുവന്നിട്ടില്ല. പക്ഷെ ഒന്നും പറയാൻ പറ്റില്ല, നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. നമ്മുടെ ഭാഗ്യത്തിന് ചിലപ്പോ സ്കെലറ്റൽ സിസ്റ്റം ചോദിച്ചേക്കാം, വളരെ റെയർ. അപ്പോൾ അപ്പൊ അതും ഒന്ന് പറഞ്ഞു പോവാം, ജസ്റ്റ് ഓടിച്ച് പറഞ്ഞു പോവാം. സ്കെലറ്റൽ സിസ്റ്റം നമുക്ക് ക്ലാസിഫിക്കേഷൻ, അതായത് ആക്സിയൽ ആൻഡ് അപ്പൻഡിക്കുലർ സ്കെൽട്ടൻ. അതായത് നമ്മുടെ ബോഡിയിലെ സ്കെൽട്ടനെ രണ്ടാക്കി ഡിവൈഡ് ചെയ്യാം, ആക്സിയൽ ആൻഡ് അപ്പൻഡിക്കുലർ. ആക്സിയൽ വരുമ്പോൾ ആരൊക്കെ വരും? ഹെഡ് വരും, ട്രങ്ക് വരും. ടോട്ടൽ 50 ബോൺസ്. അപ്പൻഡിക്കുലർ ആണെങ്കിൽ എക്സ്ട്രീമിറ്റീസ്, അതായത് കൈയും കാലും, അത് 126 ബോൺസ് ആണ് വരുന്നത്. അങ്ങനെ ടോട്ടൽ നമുക്ക് 206 ബോൺസ് ആണ് വരുന്നത്. ഇനി ആക്സിയൽ സിസ്റ്റത്തിൽ ആരൊക്കെ വരുന്നുണ്ട്? ഹെഡ് വരുന്നുണ്ട്, ഹെഡ് അല്ലെങ്കിൽ ക്രേനിയം, അവിടെ 8 ബോൺസ് ആണ് വരുന്നത്. അവിടെ ആരൊക്കെ ഉണ്ട്? ഫ്രണ്ടൽ ഉണ്ട്, ടെമ്പറൽ ഉണ്ട്, ടെമ്പറൽ 2 എണ്ണമാണ് വരുന്നത്. പാരേറ്റൽ ബോൺ ഉണ്ട്, അത് 2 എണ്ണം വരുന്നുണ്ട്. ഒസിപ്പിറ്റൽ, എത്തമോയിഡ്, സ്പീനോയിഡ്. ആൻഡ് ഇത്രയാണ് ഇവിടെ വരുന്നത് ആക്സിയലില്, ഹെഡിൽ വരുന്നത്. ആൻഡ് ബോൺസ് ഇന്റർ കണക്റ്റഡ്, ബോൺസിനെ ഇന്റർ കണക്ട് ചെയ്യുന്ന ആ ഒരു ഇതിനാണ് നമ്മൾ സ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത്. അത് കൊറോണൽ ഉണ്ട്, സാജിറ്റൽ ഉണ്ട്, ലംബോയിഡ് ഉണ്ട്. സ്യൂച്ചർ നിങ്ങൾക്ക് 1 മാർക്കിന് അല്ലെങ്കിൽ 2 മാർക്കിന് ചോദിക്കാം. പിന്നെ ഫ്രണ്ടനല്ല, അതായത് ആൻജിയർ ഫ്രണ്ടനല്ല ഉണ്ട്, ഒസിപ്പിറ്റൽ ഫ്രണ്ടനല്ല ഉണ്ട്. ദെൻ ഫേസൽ ബോൺ, ഫേസിൽ വരുന്ന ബോൺസ് 14 എണ്ണമാണ് വരുന്നത്. നേസൽ, ലാക്രിമൽ, വൊമർ, ഇൻഫീരിയർ നൈസൽ കോൺകെ, പാലൻജൈൻ, സൈഗോമാറ്റിക്, മാക്സില്ല ആൻഡ് മാൻഡിബിൾ. ദെൻ സൈനസ്, സൈനസ് എന്ന് പറഞ്ഞാൽ എയർ ഫില്ലഡ് കാവിറ്റീസ് ആണ് സൈനസ് എന്ന് പറയുന്നത്. ദെൻ ഹയോഡ് ബോൺ, ഹയോഡ് ബോൺ എന്ന് പറഞ്ഞാൽ അത് ആർട്ടിക്കുലേഷൻ ഒന്നുമില്ല, മറ്റ് ബോൺസ് ആയിട്ട് ഒരു ആർട്ടിക്കുലേഷൻ ഇല്ല, ലിഗമെന്റ് വഴി സപ്പോർട്ട് ചെയ്തിട്ടാണ് ആര് വരുന്നത്? ഹയോഡ് ബോൺ വരുന്നത്. ആൻഡ് ഇനി നമ്മുടെ ഇയർ ഓസിക്കളിൽ 6 ബോൺസ് ആണ് വരുന്നത്. 2 ഇയറും കൂടി 6 ബോൺസ് ആണ് വരുന്നത്. 3 ഇൻ ഈച്ച് ബോൺസ്. മാലസ്, ഇൻകസ്, സ്റ്റേപ്സ് ഓൾറെഡി പറഞ്ഞ സ്മോളസ്റ്റ് ബോൺ ആണ്, അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി വെർട്ടിബ്രൽ കോളം, വെർട്ടിബ്രൽ കോളത്തിൽ എത്ര എണ്ണാണ് ചോദിച്ചാൽ ഐദർ 33 ഓർ 26, അതായത് ഏതെങ്കിലും 2 എണ്ണം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഓപ്ഷൻ വൈസ് നോക്കുക. 26 വന്നു കഴിഞ്ഞാൽ ശരിയാണ്, 33 വന്നു കഴിഞ്ഞാലും ശരിയാണ്. അപ്പോൾ വെർട്ടിബ്രൽ കോളം നമുക്ക് സെർവിക്കൽ, തൊറാക്സ്, ലംബാർ, സാക്രം, കോഗിക്സ്, അങ്ങനെ 5 ആക്കി ഡിവൈഡ് ആയിട്ടുണ്ട്. സെർവിക്കലി 7 ബോൺ, തൊറാക്സ് 12 എണ്ണം, ലംബാർ 5 എണ്ണം, സാക്രം 5 എണ്ണം, ഫ്യൂസ്ഡ് ആൻഡ് കോഗിക്സ് 4 എണ്ണം ഫ്യൂസ്ഡ്. ഈ ഫ്യൂസ്ഡ് വന്നതുകൊണ്ടാണ് 26 ബോൺസ് ആയിട്ട് വന്നേക്കുന്നത് കേട്ടോ. ഇനി ഫ്യൂസ്ഡ് അല്ലാണ്ട് വരുമ്പോഴാണ്, സെപ്പറേറ്റ് വരുമ്പോഴാണ് എന്താണ് 33 വരുന്നത് കേട്ടോ. ഇനി നെയിംസ് ഓഫ് വെർട്ടിബ്ര, മെയിൻ ആയിട്ടുള്ള 2 വെർട്ടിബ്രയുടെ പേരാണ് പറഞ്ഞേക്കുന്നത്. ഒന്ന് C1 എന്ന് പറയുന്നത് അറ്റ്ലസും, C2 എന്ന് പറയുന്നത് ആക്സിസും. അതൊന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഇനി റിബ്സ് എന്ന് പറയുന്നത് 12 പെയർസ് ഓഫ് റിബ്സ് ആണ്, അതായത് 24 എണ്ണം 12 പെയർ വെച്ച് കഴിഞ്ഞാൽ 12 പെയർ ഏതാ, 24 പെയർ എന്ന് എഴുതി വെക്കുന്നത് കേട്ടോ. നമ്പർ ആണ് 24 എണ്ണം എന്ന് പറയുന്നത്. ഇനി ടൈപ്സ് എന്തൊക്കെയുണ്ട്? ട്രൂ റിബ്സ് ഉണ്ട്, ഫോൾസ് റിബ്സ് ഉണ്ട്.
ഓക്കെ, ഇനി സ്റ്റേണം. സ്റ്റേണം എന്ന് പറഞ്ഞാൽ അറിയാലോ, മാറില്ല. സ്റ്റേണം എന്ന് പറയുമ്പോൾ എന്തൊക്കെയുണ്ട്? നമുക്കറിയാം മാനുബ്രിയം, അതായത് സ്റ്റേണത്തിന്റെ ഒരൊറ്റ എല്ലാണ് സ്റ്റേണം എന്ന് പറയുന്നത്. അതിന്റെ ഡിവിഷൻ ആണ് എന്ത്? മാനുബ്രിയം, ബോഡി, സിംഫോയിഡ്, പ്രോസസ് എന്ന് പറയുന്നത്. ദെൻ അപ്പൊ നമ്മുടെ ആക്സിയൽ സ്കെൽട്ടൻ കഴിഞ്ഞു. ആക്സിയൽ സ്കെൽട്ടൻ കഴിഞ്ഞാൽ ഇനി അടുത്ത എന്താണ്? അപ്പൻഡിക്കുലാർ സ്കെൽട്ടൻ. അപ്പൻഡിക്കുലാർ സ്കെൽട്ടത്തിൽ അപ്പർ എക്സ്ട്രീമിറ്റീസിൽ 64 ബോൺസ് ആണ് വരുന്നത്. അത് ഷോൾഡർ ഗിൽഡിലും പെക്ടോറൽ ഗിൽഡിലും, അതായത് ക്ലേവിക്കൽ ഓർ കോളർ ബോൺ 2 എണ്ണം, സ്കാപ്പുലർ ഓർ ഷോൾഡർ ബോൺ 2 എണ്ണം. ഇനി ആമില് ഹ്യൂമറസ് വന്നിട്ടുണ്ട്, റേഡിയസ്, അൾണ, കാർപ്പൽ, മെറ്റാകാർപ്പൽ, ഫാലഞ്ചസ്. നമ്പേഴ്സ് അതിന്റെ സൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി പെൽവിക് ബോൺസ്. പെൽവിക് ബോണിന് എന്തൊക്കെ ഉണ്ട്? ഇലിയം, ഇഷിയം, പ്യൂബിക്സ്. ഇനി ലിംബ് ബോൺസ് എന്തൊക്കെ ഉണ്ട്? പെൽവിക്, ഫെമർ, പച്ചല്ല. ഫെമർ ആണ് ലാർജസ്റ്റ് ബോണ്. പച്ചല്ല മുട്ടിന്റെ അവിടത്തെയാണ്. ടിബിയ, ഫിബുല, ടാസൽ, മെറ്റാടാസൽ, ഫാലഞ്ചസ്. അപ്പൊ ഇത്രയാണ് എന്ത്? നമ്മുടെ ലിംബ് ബോൺസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് സ്കെൽട്ടൽ സിസ്റ്റത്തിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നേക്കുന്നത്. ജസ്റ്റ് നിങ്ങൾ ഗോ ത്രൂ ചെയ്യുക. എങ്ങാനും നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും എഴുതാൻ കിട്ടണം. അതുകൊണ്ടാണ് ഇതും കൂടി ഒന്ന് ഉൾപ്പെടുത്തിയേക്കുന്നത് കേട്ടോ. അപ്പൊ ഇത്രയാണ് നമ്മുടെ ക്ലാസ് വരുന്നത്. നമ്മൾ ഏകദേശം നമ്മുടെ സിലബസ് തന്നെ ഏകദേശം കവർ ചെയ്തിട്ടുണ്ട്, ഓൾമോസ്റ്റ് കവർ ചെയ്തിട്ടുണ്ട്. ബാക്കി നിങ്ങൾ ടെക്സ്റ്റ് നല്ല രീതിക്ക് വായിക്കുക. ഇത് മാത്രം നോക്കിയാൽ പോലെ ടെക്സ്റ്റ് നല്ല രീതിക്ക് വായിക്കാം കേട്ടോ. നിങ്ങൾക്ക് ഫുൾ മാർക്ക് വേണമെന്നാണെങ്കിൽ ടെക്സ്റ്റ് നല്ലോണം വായിച്ചാലാണ് കിട്ടുള്ളൂ. എവിടെ നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് 1 മാർക്കിനായാലും 2 മാർക്കിനായാലും 5നായാലും 10നായാലും എങ്ങനെ വന്നാലും നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ ഇതും നോക്കുക, പ്ലസ് ടെക്സ്റ്റ് നല്ല രീതിക്ക് വായിക്കാം. നിങ്ങൾക്ക് നല്ല രീതിക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാം. നിങ്ങളുടെ എല്ലാവിധ പ്രാർത്ഥനകളും ഉണ്ടാവും. നിങ്ങൾ നല്ല ധൈര്യത്തോടെ പോവാ കേട്ടോ. നിങ്ങൾക്ക് നല്ലോണം എക്സാം എഴുതാനായിട്ട് പറ്റും. നമ്മുടെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ നല്ല രീതിക്ക് വായിക്കുക, പഠിക്കുക. ഒട്ടും തന്നെ സ്ട്രെസ് ഒക്കെ ഒഴിവാക്കുക കേട്ടോ. ആദ്യം ടെൻഷനൊന്നും ഇല്ലാണ്ടാക്കുക. അതായത് മാക്സിമം നേരത്തെ തന്നെ അത്യാവശ്യം പഠിച്ചു വെക്കാം. തലേ ദിവസം കിടന്ന് വെപ്രാളം ഇട്ടിട്ട് കാര്യമില്ല. മാക്സിമം നേരത്തെ തന്നെ എല്ലാ കാര്യങ്ങളും പഠിച്ചു വെക്കാം കേട്ടോ. എന്നിട്ട് പരീക്ഷയുടെ തലേദിവസം കുറച്ചൊക്കെ ഒന്ന് റെസ്റ്റ് എടുക്കുക. എന്നിട്ട് മോർണിംഗിൽ നല്ല രീതിക്ക് പഠിക്കുക. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.